മെഹമൂദിന് പൊതുവെ ഒരു കേരളത്തിലൊരു അക്കാഡമിക് സമൂഹത്തിനിടയിൽ ഒരു ഇൻട്രഡക്ഷൻ ആവശ്യമില്ല. പക്ഷേ ഈ ഇൻഫോസിസ് അവാർഡ് എന്നതും അതിലേക്ക് എന്താണ് ഇൻഫോസിസ് അവാർഡ്, ഇൻഫോസിസ് പ്രൈസ്, അതിലേക്ക് എങ്ങനെയാണ് ഒരാൾ എത്തപ്പെടുന്നത്, ഒരു അക്കാഡമിഷ്യൻ എത്തപ്പെടുന്നത്, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം. ഉറപ്പായിട്ടും അതിൽ പിന്നെ വെച്ചാൽ ഇൻഫോസിസ് അവാർഡ് മറ്റുള്ള അവാർഡുകളിൽ നിന്ന് പൊതുവെ എന്ന് വെച്ചാൽ ഈ നമ്മൾ അപേക്ഷിക്കുകയോ മറ്റൊന്നും അതിന് ഇല്ല എന്നുള്ളതാണ്. ആരോ നമ്മളെ നോമിനേറ്റ് ചെയ്യുകയും ആ നോമിനേഷൻ ഒരുപാട് ഒരു പക്ഷേ അവർക്ക് കിട്ടിയിട്ടുണ്ടാവാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂറി 6 or 7 പേരടങ്ങുന്ന ജൂറി ഒരു 6 സെക്ഷനിലാണെന്ന് തോന്നുന്നു. അവർ 6നും വ്യത്യസ്ത ജൂറികളാണ്. അത് പിന്നെ എൻജിനീയറിങ്, പിന്നെ മാത്സ്, ഹ്യൂമാനിറ്റീസും സോഷ്യൽ സയൻസും കഴിഞ്ഞ അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ വർഷം വരെ 2 വ്യത്യസ്ത കാറ്റഗറികളിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വർഷം അവർ 2024 അവർ അത് രണ്ടും ക്ലബ് ചെയ്തു. എന്നിട്ട് അതിലൊരൊറ്റ അവാർഡാക്കിയിട്ട് നിശ്ചയിച്ചു. അപ്പോൾ അത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അത് പിന്നെ എന്നെയാണ് അത് സെലക്ട് ചെയ്യപ്പെട്ടത് എന്ന് ഞാൻ അറിയുന്നത്. അതറിയുന്നത് പിന്നെ വളരെ ഒരു ചെറിയ രസകരമാണെന്ന് തോന്നുന്നത് ഷെയർ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫിൻ്റെ പ്രൊഫസർ ഉണ്ട്, പ്രൊഫസർ അഖിൽ ബിൽഗ്രാമി. ദീർഘകാലമായിട്ട് കൊളംബിയയിൽ പഠിപ്പിക്കുന്ന ഫിലോസഫിയിലൊക്കെ പിന്നെ വളരെ പേര് കേട്ട അദ്ദേഹം ഒരിക്കൽ ഒരു ഇമെയിൽ അയച്ചു എനിക്ക്. ഇങ്ങനെ എൻ്റെ ഇസ്ലാമിക് ലോ ഇൻ സർക്കുലേഷൻ എന്നുള്ള പുസ്തകം വായിച്ചു, വളരെ ഇഷ്ടപ്പെട്ടു. അതിൽ അദ്ദേഹം തന്നെ 1990കളുടെ തുടക്കത്തിൽ എഴുതിയ ഒരു ലേഖനം, വാട്ട് ഈസ് ബീയിങ് മുസ്ലിം, വാട്ട് ഈസ് എ മുസ്ലിം എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങളെല്ലാം എൻ്റെ പുസ്തകം ഉയർത്തി എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഈ ആർട്ടിക്കിൾ ഞാൻ വളരെ മുമ്പ് ഒരിക്കൽ വായിച്ചതാണ്. അപ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ ഇമെയിൽ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നുകയും ആ ആർട്ടിക്കിൾ ഫിലോസഫി ആണെങ്കിലും ഞാൻ വീണ്ടും അത് വായിക്കുകയും കുറച്ച് പ്രിപ്പയറായി നിൽക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ അന്ന് അമേരിക്കയിൽ ചെറിയ യാത്രയിലായിരുന്നു, അദ്ദേഹം യൂറോപ്പിലേക്കായിരുന്നു. അത് കഴിഞ്ഞ് ഒരു നവംബർ 13-14 സമയത്ത് ഓൺലൈനിൽ വരാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോഴേക്കും ഞാനെല്ലാം റെഡിയായി. പിന്നെ അദ്ദേഹം എൻ്റെ അടുത്താണ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തോട് കുറച്ച് ചോദ്യങ്ങൾ ഈ കൺവേഴ്സേഷൻ എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ തയ്യാറായി കുറച്ചൊരു നെർവസായിട്ട് ഞാൻ സൂമിൽ ലോഗിൻ ചെയ്യുന്നത്. അങ്ങനെ ലോഗിൻ ചെയ്ത ഉടനെ ഞാൻ കേൾക്കുന്നത് കൺഗ്രാജുലേഷൻസ് ഫോർ വിന്നിങ് ഇൻഫോസിസ് അവാർഡ് ഇൻ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് 2024 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ജൂറി ചെയറല്ല, ഇതിൻ്റെ കോർഡിനേറ്റർ ആയിട്ടുണ്ടായിരുന്ന പ്രതിമ മൂർത്തി, അവരാണ് ഇത് പറഞ്ഞത്. അതോടൊപ്പം തന്നെ അഖിൽ ബിൽഗ്രാമിയും പിന്നെ ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ്റെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് പറയുമ്പോഴാണ് ഞാൻ കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡായി വരുന്ന ഒരു ഇതാണ്. അപ്പോൾ അദ്ദേഹം പ്രൊഫസർ അഖിൽ ബിൽഗ്രാമി ഇത് പിന്നെ ഒരു രഹസ്യമാക്കി വെക്കുകയും അതൊരു സർപ്രൈസായിട്ട് പിന്നെ അഡ്വർടൈസ് ചെയ്യുകയും ചെയ്തെന്ന് തോന്നുന്നു. ഞാനതിപ്പോഴും ഇങ്ങനെ ഏറെക്കുറെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുമ്പ് ഒരുപാട് പേർക്ക് ഈ പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ഇത് രണ്ട് കാറ്റഗറികളായിട്ട് ഒരുപാട് പേർക്ക് വലിയ വലിയ ചരിത്ര കൃത്തുകൾക്കും വലിയ സാമൂഹ്യ ശാസ്ത്ര മാനവിക വിഷയങ്ങളിലൊക്കെ പണ്ഡിതർക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു കൂടെ അല്ലെങ്കിൽ ആ ഒരു ജീനിയോളജിയുടെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റിയെന്നുള്ളത് വലിയ ഒരു സന്തോഷമുള്ളതാണ്. അത് ഞാനെന്ന വ്യക്തി എന്നതിനേക്കാളേറെ പിന്നെ ഇന്ത്യൻ മഹാസമുദ്ര പഠനങ്ങൾ, പിന്നെ അതിനകത്ത് തന്നെ തദ്ദേശീയമായ സ്രോതസ്സുകൾ മുൻനിർത്തിയിട്ടുള്ള പഠനങ്ങൾ, പിന്നെ അതിനകത്ത് തന്നെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ, അത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയൊക്കെ കോണ്ടെക്സ്റ്റിൽ നടത്താൻ കഴിയുന്നു. തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫീൽഡുകളിലേക്കുള്ള ജ്ഞാന മേഖലകളിലേക്കുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അതെ, ഇത് അവസാനം മെഹമൂദ് പറഞ്ഞു നിർത്തിയിട്ടുള്ള പുതിയ ജ്ഞാനമേഖലകൾ, അതിൽ തന്നെ ഈ ജ്ഞാനമേഖലകളെ പുതുതായി സമീപിക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളത് മെഹമൂദിൻ്റെ എഴുത്തുകൾ ആദ്യകാലം മുതൽക്ക് വായിച്ചിട്ടുള്ള ആളുകളും എല്ലാം തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അവാർഡ് ആ നിലയ്ക്കുള്ള ഒരു പുതുമയുടെ ഇന്നവേഷൻ്റെ ഒരുതരം ഹിസ്റ്റോറിയോഗ്രാഫിക്ക് അകത്ത് നടക്കുന്ന ഇന്നവേഷൻ്റെ ഒരുതരം റെക്കഗ്നിഷനും കൂടിയാണെന്നുള്ളത് വളരെ വളരെ നിർണായകമാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്, ഇന്ത്യൻ ഓഷ്യനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ. അപ്പോൾ കേരളത്തിൽ ഇന്ത്യൻ ഓഷ്യൻ പഠനങ്ങൾ ഒരുപക്ഷെ പുതുതല്ല. ഒരുപക്ഷെ ഇന്ത്യൻ ഓഷ്യൻ എന്നുള്ള പരികൽപ്പന തന്നെ ഒരു KM പണിക്കരുടെ പേരിലാണ് ശരിയായിട്ടോ തെറ്റായിട്ടോ ഒക്കെ അറിയപ്പെടുന്നത്. മലബാർ
തീരത്തെക്കുറിച്ച് ഏതാണ്ട് എല്ലാ 5 വർഷം കൂടുമ്പോഴും പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഈ തീരത്ത് നടക്കുന്ന കച്ചവടത്തെ കുറിച്ച് എഴുതപ്പെടാറുണ്ടായിരുന്നു എന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ അഷിൻദാസ് ഗുപ്തയുണ്ട്, KS മാത്യു സാറുണ്ട്, അതുപോലെ AR ഡിസ്നി, അങ്ങനെ നമുക്ക് അനവധി ആളുകളെ തന്നെ ഈ ലൈനപ്പിൻ്റെ, ഈ ഇന്ത്യൻ ഓഷ്യൻ ലൈനപ്പിൻ്റെ ഭാഗമായിട്ട് പറയാൻ പറ്റും. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു വായനക്കാരൻ എന്ന നിലയിൽ ശ്രദ്ധിച്ചിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, പണിക്കർക്കുമൊക്കെ എത്രയോ മുമ്പ് തന്നെ ഈ ഓഷ്യാനിക് ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചരിത്രകാരന്മാർ ഉപയോഗിക്കുന്ന, പഠിതാക്കൾ ഉപയോഗിക്കുന്ന ചില ടെംപ്ലേറ്റുകളുടെ, ചില ഫോർമുലകളുടെ അടിസ്ഥാനത്തിൽ ഈ ചരിത്ര പ്രക്രിയയെ, കച്ചവടത്തിൻ്റെ പ്രക്രിയയെ വിശദീകരിക്കാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരുന്നത് എന്നാണ് നമുക്ക് പെട്ടെന്ന് കാണുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അഷിൻദാസ് ഗുപ്തയുടെ പഠനങ്ങൾ. അഷിൻദാസ് ഗുപ്ത നമ്മൾ സൂററ്റിനെ കുറിച്ചുള്ള പഠനത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നതിന് മുമ്പ് തന്നെ സൂററ്റിനെ കുറിച്ച് എന്താണോ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അതൊക്കെ മലബാറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ പാറ്റേണേജിൻ്റെ അഭാവം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പെർസിക്യൂഷൻ്റെ സാന്നിധ്യം അത് ട്രേഡിനെ വലിയ തോതിൽ ബാധിക്കുന്നു എന്ന നിലയ്ക്ക്, അതിനെ നിർണ്ണയിക്കുന്ന ഒന്നാണ് എന്ന നിലയ്ക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മാത്യു സാറിൻ്റെ ഒക്കെ നമ്മൾ വർക്കുകൾ നമ്മൾ കാണുകയാണെങ്കിൽ ഈ കച്ചവട വസ്തുക്കളെ കുറിച്ചിട്ടുള്ള കപ്പലുകൾ വന്നതും പോയതുമായിട്ടും കച്ചവട വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെട്ടതായിട്ടും അതിൻ്റെ അളവ് എത്ര, അതിൻ്റെ അളവുപരമായ ഒരുതരം വിശദീകരണങ്ങളാണ് നമ്മൾ കൂടുതൽ കാണാറുള്ളത്. ഒരുപക്ഷെ ആ പ്രോസസ് നമുക്ക് കട്ട് ത്രൂ ചെയ്യാൻ കൂടി പറ്റാത്ത തരത്തിൽ നിലനിൽക്കുന്ന ഒന്നായിട്ട് കാണുന്നുണ്ട്. മെഹ്മൂദിൻ്റെ പഠനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഈ ഇന്ത്യൻ ഓഷ്യനിലെ പഠനങ്ങൾ വായിക്കുമ്പോൾ ആ താളമേ അല്ല അതിനകത്ത് വളരെ തുടക്കം മുതൽക്ക് തന്നെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. പൊന്നാനിയെക്കുറിച്ചിട്ടുള്ള, ഡച്ച് പൊന്നാനിയെക്കുറിച്ചിട്ടുള്ള ലേഖനമാണെങ്കിലും അതിൽ തന്നെ ഒരുതരം ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള, പേഴ്സ്പെക്റ്റീവലായിട്ടുള്ള ഒരു ഡിപ്പാർച്ചർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് മെഹ്മൂദ് എങ്ങനെയാണ് ഈ മെഹ്മൂദിന് മുമ്പ് നിലനിൽക്കുന്ന വളരെ എൻട്രൻസ്ഡ് ആയിട്ടുള്ള ട്രേഡിൻ്റെ ഹിസ്റ്റോറിയോഗ്രാഫിയെയും അതിലേക്ക് മെഹ്മൂദ് നടത്തിയിട്ടുള്ള ഓഷ്യാനിക് ഹിസ്റ്ററിയുടെ ഒരുതരം ഇൻ്റർവെൻഷനെയും എങ്ങനെയാണ് മെഹ്മൂദ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? വളരെ കൃത്യമാണ് അഭിലാഷേട്ടൻ പറഞ്ഞ ആ ഒരു ട്രെൻഡ്, ഒരു ലോങ് ട്രെൻഡ്, ഒരു 100 വർഷത്തിലെങ്കിലും അധികമായിട്ട്. ഇപ്പോൾ KM പണിക്കരുടെ 1920-30കളിലൊക്കെ വരുന്ന മലബാർ, ഡച്ച് ഇൻ മലബാർ അല്ലെങ്കിൽ പോർച്ചുഗീസ് മലബാർ തുടങ്ങിയിട്ടുള്ള ആ പുസ്തകങ്ങളൊക്കെ ഏറെക്കുറെ 100 വർഷം, അദ്ദേഹത്തിന് മുമ്പും അദ്ദേഹത്തിന് ശേഷം ഈ ഇന്ത്യൻ ഓഷ്യൻ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ മാരിടൈം ഹിസ്റ്ററി എന്നുള്ള ഒരു രീതിയിൽ പലതരത്തിലുള്ള പഠനങ്ങൾ ഉണ്ട്. അതിൽ മാരിടൈം ഹിസ്റ്ററി കുറേ കൂടെ പഴയ ഒരു ഫീൽഡാണെങ്കിൽ എനിക്കൊക്കെ കുറേ കൂടെ താല്പര്യമുള്ളത് ഒരു ഓഷ്യാനിക് ഹിസ്റ്ററി എന്നുള്ളതാണ്. അത് ഓഷ്യനെ മാത്രം മുൻനിർത്തിയിട്ടുള്ളതല്ല, ഓഷ്യൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന, അതായത് മാരിടൈം വേൾഡിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന, അതിൽ കാടും കടലും കരയും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് കടൽ ചരിത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓഷ്യാനിക് ഹിസ്റ്ററി എന്ന് പറയുന്നത്. മാരിടൈം ഹിസ്റ്ററിയും ഓഷ്യാനിക് ഹിസ്റ്ററിയും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം, ചെറുതല്ലാത്തൊരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് കുറേ കൂടെ താല്പര്യമുള്ളത് ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടോളമായിട്ട് നിലനിൽക്കുന്ന ചരിത്ര രചനാ രീതി ശാസ്ത്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചരിത്ര പഠനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളത്. ഇപ്പോൾ ഇവരുടെയൊക്കെ പഠനങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു കോമൺ ഫീച്ചർ, ഒരുപാട് കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. അതിലെല്ലാം ഏറെക്കുറെ യൂറോപ്പുമായി ബന്ധിതമാണ്. അത് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള, അതാണ് അതിൻ്റെ അതും കച്ചവടം. അപ്പോൾ എക്കോണമിക് ഹിസ്റ്ററി അല്ലെങ്കിൽ ട്രേഡ് എന്നെ മാത്രം മുൻനിർത്തിയിട്ടുള്ള, അതോടൊപ്പം തന്നെ അതിൽ യൂറോപ്യരുടെ ഒരിതാണ്. പക്ഷേ ഈ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത് യൂറോപ്യർ വരുന്നതിന് മുമ്പേ ഇവിടെ ഉള്ളതാണ്. യൂറോപ്യർ വരുന്നതിന് മുമ്പ് ഈ തീരങ്ങൾ വഴി സഞ്ചരിച്ച ഒരുപാട് വിഭാഗങ്ങളുണ്ട്. യങ് സംഘമൊക്കെ പറയുന്നത് മാതിരി യൂറോപ്യർ വരുന്നതിന് മുമ്പേ ഉള്ള ഒരുപാട് വിഭാഗങ്ങൾ, കടൽ വഴി സഞ്ചരിച്ചവർ, കടൽ വഴി വന്നവർ, പോയവർ, ഇവരെല്ലാം യൂറോപ്യർ പോയിട്ടും ഇവരിവിടെ ഇപ്പോഴും ഉണ്ട്. അത് വിഭാഗങ്ങളുടെ മാത്രമല്ല, വിവിധ ജനവിഭാഗങ്ങൾ മാത്രമല്ല, വിവിധ ആശയങ്ങൾ, വിവിധ ഭാഷകൾ, സ്രോതസ്സുകൾ. അപ്പോൾ എൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലുള്ള പ്രത്യേകിച്ച് തദ്ദേശീയമായ സ്രോതസ്സുകളെ മുൻനിർത്തിയിട്ട്, യൂറോപ്യൻ സ്രോതസ്സുകൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് മലബാറിൻ്റെതോ അല്ലാണെങ്കിൽ ഏത് സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിലും നമുക്ക് കിലോമീറ്റർ കണക്കിന് ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ ഡച്ച് ആർക്കൈവ്സിലൊക്കെ കേരളത്തിൻ്റെ ഏത് ചെറിയ, അത് കായംകുളം ആയാലും ആലൂരാണെങ്കിലും ആലത്തിയൂരാണെങ്കിലും പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെക്കോർഡുകൾ
ഡച്ച് ആർക്കൈവ്സിലുണ്ട്. അപ്പോൾ പൊതുവെ നമ്മൾ കേരളത്തെ പറ്റി, ഇന്ത്യയെ പറ്റി, അല്ലാണെങ്കിൽ ഏഷ്യയെ പറ്റി ചരിത്രം പഠിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും യൂറോപ്യൻ ആർക്കൈവ്സിലേക്ക് പോകുന്നതിൽ നിന്ന് മാറി ഇവിടെ തന്നെയുള്ള ഒരുപാട് സ്രോതസ്സുകളുണ്ട്. അത് പലതരത്തിലുള്ള ഭാഷകളിൽ, ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു 10-15 ഭാഷകളിലെങ്കിലുള്ള സ്രോതസ്സുകൾ ഉണ്ട്. അവയെ മുൻനിർത്തി ഇവിടെയുള്ള എന്നുവെച്ചാൽ യൂറോപ്യരല്ലാത്ത ജനവിഭാഗങ്ങളുടെ ബൗദ്ധിക ചരിത്രം, അല്ലെങ്കിൽ നിയമ ചരിത്രം, സാംസ്കാരിക ചരിത്രം, കച്ചവടം പ്രധാനമാണ്. പക്ഷെ കച്ചവടത്തെക്കാൾ അപ്പുറം, കച്ചവടം മാത്രമല്ലല്ലോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്, മറ്റുള്ള ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു ചരിത്രങ്ങൾ, വ്യത്യസ്തമായ ചരിത്രങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കാമെന്നുള്ളത്, ആ ഒരു ഈ ഇന്ത്യൻ മഹാസമുദ്രം വഴിയുള്ള ഒരു സാംസ്കാരിക വിനിമയങ്ങളുടെ ചരിത്രം എനിക്ക് തോന്നുന്ന ഒരു കഴിഞ്ഞ 10-20 വർഷത്തിൽ താഴെയായിട്ടാണ്. ഇപ്പോൾ ഈ തൊട്ട് മുമ്പ് പറഞ്ഞ യങ്സങ് ഹോയുടെ ഗ്രേവ്സ് ഓഫ് തരീം, തരീമിലെ കുടീരങ്ങൾ എന്നൊക്കെ പറയുന്ന ആ ഒരു പുസ്തകമൊക്കെ അതിൽ കാര്യമായ പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അതുപോലുള്ള ഒരുപാട് വേറെ പഠനങ്ങൾ, ഈ റോണി ദ്രിച്ചിയുടെ ഇസ്ലാം ട്രാൻസ്ലേറ്റഡ്, അതിന് മുമ്പുള്ള ആനെ ബാങ്ങിൻ്റെ സൂഫീസ് ആൻഡ് സ്കോളേഴ്സ് ഓഫ് ദി സീ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കൾച്ചറൽ ടേൺ ഇന്ത്യൻ ഓഷൻ, അതായത് ട്രേഡിൻ്റെ അപ്പുറത്തേക്ക് ഇതുമാതിരിയുള്ള സമൂഹങ്ങളുടെ, ഭാഷകളുടെ ഒക്കെ അന്വേഷിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചുവട് പിടിച്ചാണ്, അല്ലെങ്കിൽ ചുവട് ചേർന്നാണ് ഞാനും ഈ പ്രത്യേകിച്ച് ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഒരുപാട് തദ്ദേശീയമായ സ്രോതസ്സുകൾ മുൻനിർത്തിയിട്ട് നമുക്ക് എങ്ങനെ ഇങ്ങനെയുള്ള ഇത് അന്വേഷിക്കാൻ പറ്റും. അത് തന്നെ നമ്മൾ കേട്ട് പരിചയിച്ച സ്രോതസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, സ്രോതസ്സുകൾ സമാനമാണെങ്കിലും വ്യത്യസ്തമായ തീമുകളിലൂടെ നമുക്ക് എങ്ങനെയൊക്കെ അന്വേഷിക്കാൻ പറ്റും എന്നുള്ളതും, പിന്നെ പല ഭാഗ്യങ്ങൾ കൊണ്ട് പലപ്പോഴായിട്ട് പല ഭാഷകൾ പഠിക്കാൻ പറ്റിയത് കൊണ്ട്, ഭാഷകൾ പഠിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടും, ഏതൊക്കെ ഭാഷകളിലുള്ള സോഴ്സസിനെ ഇപ്പം കൈകാര്യം ചെയ്യാൻ പറ്റുന്നു എന്നുകൂടെ അങ്ങനെയല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ അതൊരു എന്താ വെച്ചാൽ ഒറ്റയടിക്കുള്ള ഒരു ഇതല്ല ഭാഷകളിലുള്ളത്. ഇപ്പം എന്താ വെച്ചാൽ കാര്യമായിട്ട് ഞാൻ ചമ്മാട് ദാൽഹുദയിൽ പഠിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് 3-4 ഭാഷകൾ നിർബന്ധമായിട്ടും 12 വർഷം തുടർച്ചയായിട്ട് 6ാം ക്ലാസ് മുതൽ പിന്നെ ഡിഗ്രി വരെയുള്ള സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ട് പഠിക്കണം. അതിൽ ഉറുദു പഠിക്കണം, അറബി പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, കൂടെ മലയാളം പഠിക്കണം. ആ സമയത്തിന് ഞങ്ങൾക്ക് പേർഷ്യൻ പഠിപ്പിച്ചിരുന്നു. അങ്ങനെയൊക്കെയുള്ള അത് പിന്നെ ഐച്ഛിക വിഷയമായിട്ടാണ് ഉണ്ടായിരുന്നതെങ്കിലും അങ്ങനെയുള്ള, പിന്നെ JNUവിലെത്തുന്ന സമയത്ത് തമിഴ് കുറച്ച് പഠിക്കാനും, കുറച്ച് സമയം പോർച്ചുഗീസ് പഠിക്കാനും, കുറച്ച് സമയം സംസ്കൃതം പഠിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് യൂറോപ്പിലെത്തുന്ന സമയത്ത് പിന്നെ മലായി അല്ലെങ്കിൽ ഭാഷ ഇന്തോനേഷ്യ, പിന്നെ ഡച്ച് നിർബന്ധമായിട്ട് 1 വർഷം കരഞ്ഞു പഠിച്ച ഒരു ഭാഷയാണ് ഡച്ച്. പിന്നെ ജർമ്മൻ പഠിക്കാൻ വേണ്ടി കുറച്ച് സമയം ശ്രമിച്ചിരുന്നു. അത് അത്ര വിജയിച്ചില്ല. ഈ ഭാഷകൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ, പിന്നെ ഞാൻ ഇപ്പോൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ടർക്കിഷാണ്. അതേമാതിരി പഴയ ഫാർസി കുറച്ച് സമയം പഠിച്ചിരുന്നെങ്കിലും വീണ്ടും അതൊന്ന് പൊടി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഭാഷകൾ നമ്മൾ എത്ര പഠിച്ചാലും, മലയാളമാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും അത് പൂർണ്ണതയിലേക്ക് എത്തില്ലല്ലോ. അപ്പോൾ ഓരോ ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തെ പറ്റിയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് തീമിനെ പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഭാഷയിൽ ഒരു സ്രോതസ് ഉണ്ട് എന്ന് അറിയുന്നുണ്ടെങ്കിൽ, അത് വിവർത്തിതമാണെങ്കിൽ പോലും, അപ്പോൾ ഒരുപാട് സ്രോതസ്സുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിലും നമുക്ക് ആ ഭാഷ പഠിക്കാൻ കഴിയുന്നതാണെങ്കിൽ അത് പഠിക്കുക, പരമാവധി അത് നമ്മൾ തന്നെ പഠിച്ച്. ഞാൻ പലപ്പോഴും ഭാഷകൾ പഠിക്കുന്നത് ആ ഒരു ഭാഷയിൽ നിന്നുള്ള ഒരു കൃതി വിവർത്തനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടാണ്. അതിപ്പോൾ ഉദാഹരണത്തിന് ഡച്ചിൽ നിന്നുള്ള ഒരു 18ാം നൂറ്റാണ്ടിലുള്ള ഒരു ലീഗൽ ടെക്സ്റ്റ്, ഇന്തോനേഷ്യയിലെ സമാറാങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നുള്ള ഒരു ടെക്സ്റ്റ് ഡച്ചിൽ നിന്ന്, 18ാം നൂറ്റാണ്ടിലെ ഡച്ചിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് അത് പബ്ലിഷ് ചെയ്ത് വന്നു അമേരിക്കയിൽ, കോർണൽ യൂണിവേഴ്സിറ്റി എന്നുള്ള. അങ്ങനെയുള്ള ആ സ്രോതസ്സുകൾ വിവർത്തനം ചെയ്യുന്നത് വഴിയാണ് ഭാഷകൾ പഠിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനെ ചരിത്ര പഠനത്തിനും വലിയൊരു ഘടകമായിട്ട് ഇതാകുന്നത്. എന്നുവെച്ചാൽ ഭാഷ അറിയുമോയെന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെയുള്ള വിവിധ ഭാഷകൾ. അത് ഒരു ചരിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങളിലുള്ള സമൂഹങ്ങളെ പറ്റി പഠിക്കുമ്പോൾ, അപ്പോൾ കേരളത്തിൻ്റെ ഒരു ഇതിൽ തന്നെ തൊട്ട് മുമ്പ് പറഞ്ഞ മാതിരി ഒരു 10-15 ഭാഷകളെങ്കിലും കേരളത്തിൽ പിന്നെ ഒരു 100-150 വർഷത്തിനിടയിൽ, ഇപ്പോൾ ഒരു 1500-ൻ്റെയും 1800-ൻ്റെയൊക്കെ ഇടയിൽ ഒരു 15 ഭാഷകളെങ്കിലും ഒരു കൊച്ചി പോലുള്ളൊരു ചെറിയൊരു സ്ഥലത്ത് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് പിന്നെ പൂർണ്ണമായും നമുക്കെല്ലാം പഠിക്കാൻ കഴിയില്ല, പക്ഷേ അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ് അത്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കാറുണ്ട് ഭാഷയെ പറ്റി. അത് അത്യന്തം നിർണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണത്. കാരണം മെഹമൂദ് സൂചിപ്പിച്ച പോലെ തന്നെ ഈവൻ കേരളത്തിലെ ആർക്കൈവുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലും അതിൽ മലയാളം എഴുത്ത് എന്ന് പറയുന്നത് ഒരു ചെറിയ ശതമാനം മാത്രമാണ്. കാരണം മതിലകം രേഖകളിൽ
രേഖകളിലേക്ക് പോയി പരിശോധിച്ചിട്ടുള്ള പുതിയ ഗവേഷകർ പറഞ്ഞത് ഞങ്ങൾക്ക് വലിയ തരത്തിലുള്ള പരിമിതി അനുഭവപ്പെടുന്നു. കാരണം മതിലകൻ രേഖകളിലെ റെക്കോർഡുകളിൽ വലിയൊരു ശതമാനം എഴുതിയിട്ടുള്ളത് തമിഴ് അക്ഷരങ്ങളിൽ മലയാള ഭാഷ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മലയാള ഭാഷയുടെ തെക്കൻ തിരുവിതാംകൂറിലെ ഒരു വകഭേദം ഉപയോഗിച്ചുകൊണ്ടോ ആണ്. കോഴിക്കോട് ആർക്കൈവ്സിൽ ഇപ്പോൾ പണിയെടുക്കുന്ന ആളുകൾ പറയുന്നത് അവിടെ മോഡി സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുള്ള രേഖകളുണ്ട് എന്നാണ്. അപ്പോൾ അതിൽ ഈ മോഡി സ്ക്രിപ്റ്റ് വായിക്കാൻ അറിയുന്ന പല മറാഠി മെറ്റീരിയൽ വായിച്ച് പരിചയമുള്ള ചരിത്രകാരന്മാരെ കാണിക്കുമ്പോൾ പറയുന്നത് ഇതൊരു തരം സതേൺ മോഡിയാണ്, അല്ലെങ്കിൽ ഇതൊരു തരം ഗൂഢഭാഷയുടെ സ്വഭാവത്തിൽ സ്ക്രിപ്റ്റ് മോഡി ഉപയോഗിക്കുകയും എന്നാൽ ഭാഷ മറ്റേതുമാണ് എന്ന നിലയ്ക്ക് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആയിരക്കണക്കിന് രേഖകൾ നമുക്ക് ഉപയോഗപ്പെടുത്താനാകാതെ കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഒരു തരം ഭാഷാ സംസ്ഥാനത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരം പ്രത്യേക തരത്തിലുള്ള ചരിത്ര പഠനം ഭാഷയിലൂടെ നടത്തപ്പെടുമ്പോൾ പോലും അത് ഏകഭാഷയിലായി ഒതുങ്ങിപ്പോകുന്നു എന്നതിൻ്റെ ഒരു പക്ഷേ അപകടമായിരിക്കാം ഇത്. പക്ഷെ അത് കുറച്ചാളുകളെങ്കിലും അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ദാറുൽ ഹുദയിൽ തന്നെ 12 വർഷത്തോളം 4 ഭാഷകൾ പഠിപ്പിക്കുന്ന തരത്തിലുള്ള പഠന സമ്പ്രദായം നിലനിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. തദ്ദേശികമായ ഉപദാനങ്ങളെ ഉപയോഗിക്കുന്ന കാര്യത്തെക്കുറിച്ച് മെഹമൂദ് പറഞ്ഞു. അതാണ് ഒരു പക്ഷേ മെഹമൂദിൻ്റെ ഇന്ത്യൻ ഓഷ്യൻ പഠനങ്ങളെ വ്യത്യാസപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് വരുന്നത്, വായനയിലുള്ള ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് പറയുന്നത്, മുച്ചുന്തി പള്ളിയിലെ ശിലാലിഖിതം, അതിൻ്റെ മലയാള രൂപം നമുക്കൊക്കെ പരിചിതമാണ്. എല്ലാ മധ്യകാല കേരള ചരിത്ര പഠിതാക്കൾക്കും പ്രൊഫസർ MGS നാരായണൻ വായിച്ച് വിശകലനം ചെയ്തിട്ടുള്ള ഈ മുച്ചുന്തി മോസ്കിലെ മലയാള ലേഖനം മലയാള ഇൻസ്ക്രിപ്ഷൻ നമുക്കെല്ലാം പരിചിതമാണ്. പക്ഷെ ഇതേ മുച്ചുന്തി മോസ്കിലെ ഇതേ മുച്ചുന്തി പള്ളിയിലെ ഇതേ ലിഖിതത്തിന്റെ ഒരു അറബ് തർജ്ജമയോ അല്ലെങ്കിൽ തർജ്ജമ എന്നതിനെ പറയാൻ കഴിയുമോ എന്നറിയില്ല, അതിന് സമാന്തരമായി തന്നെ നിലനിൽക്കുന്ന ഇതിൻ്റെ ഒരു മിറർ പതിപ്പ് മറ്റൊരു ഭാഷയിൽ, അറബി ഭാഷയിൽ നിലനിൽക്കുന്നതിനെ മെഹമൂദ് സമീപിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതുപോലെ നിലാമുറ്റം പള്ളിയിൽ നടത്തിയിട്ടുള്ള ഇൻസ്ക്രിപ്ഷനുകളെ അന്വേഷിച്ച്, പള്ളിയിലെ ഇൻസ്ക്രിപ്ഷനുകളെ നമ്മൾ അങ്ങനെ കേരളത്തിൽ ഷുക്കോഹിയുടെ വർക്കിലും അത് രേഖപ്പെടുത്തപ്പെട്ട ആദ്യകാല ചില ഇൻഡെക്സുകളിലും അല്ലാതെ അതിൻ്റെ വിവക്ഷകളെക്കുറിച്ച് ആളുകൾ അന്വേഷിച്ച് അതിൻ്റെ കണ്ടന്റ് എന്താണ്, അത് സൂചിപ്പിക്കുന്നത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടക്കുന്നേ ഉള്ളൂ. അബ്ദുള്ള അഞ്ചലത്തിൻ്റെ ഒക്കെ വർക്കുകൾ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയുള്ള. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, സാധാരണഗതിയിൽ ഈ ഓഷ്യൻ ഹിസ്റ്റോറിയൻസ് ഈ തരം ഇൻസ്ക്രിപ്ഷനുകളെ, മെറ്റീരിയലുകളെ ഒരു പക്ഷേ ഇപ്പം സഞ്ജയ് സുബ്രഹ്മണ്യവും തമിഴ് ഹിസ്റ്റോറിയൻസും ആയിട്ടുള്ള ആദ്യകാല സംവാദങ്ങളിലൊന്ന് ഈ ഇൻസ്ക്രിപ്ഷണൽ ഡാറ്റ എങ്ങനെ അതിൻ്റെ പരിമിതികൾ അല്ലെങ്കിൽ ട്രേഡ് ഡാറ്റയുടെ പരിമിതികൾ, സാധ്യതകൾ, ഇതൊക്കെ സംബന്ധിച്ചായിരുന്നു വലിയ വിവാദം 80കളുടെ അവസാനവും 90കളുടെ തുടക്കത്തിലും ഒക്കെ. വിവാദം എന്ന് പറയുന്നതിനേക്കാൾ നല്ലതൊരു സംവാദം, ആരോഗ്യകരമായൊരു സംവാദം ഉണ്ടായിരുന്നത്. മെഹമൂദ് ഈ മുച്ചുന്തി മോസ്കിലെയും അല്ലെങ്കിൽ ഈ തീരപ്രദേശത്തുള്ള ഇൻസ്ക്രിപ്ഷണൽ മെറ്റീരിയലുകൾ, അതുപോലെ മാടായി പള്ളിയിലെ ലിഖിതം, ഇതൊക്കെയായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ, മുച്ചുന്തി അത് പ്രസിദ്ധീകൃതമായി വന്നു, മറ്റതൊക്കെ പ്രസിദ്ധീകൃതമാകാൻ ഇരിക്കുന്നു. ഇതിനെക്കുറിച്ച്, ഇത്തരം ഇൻസ്ക്രിപ്ഷണൽ മെറ്റീരിയലിനെ കുറിച്ച്, അതും ഈ ഓഷ്യാനിക് കണക്ഷനുള്ള അല്ലെങ്കിൽ ഓഷ്യാനിക് മില്യൂവിനകത്ത് കാണപ്പെടുന്ന ഇൻസ്ക്രിപ്ഷണൽ മെറ്റീരിയലുകളെ കുറിച്ചും അതിനെക്കുറിച്ചൊന്ന് റിഫ്ലക്ട് ചെയ്താൽ. അത് ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങളിലുള്ള സമൂഹങ്ങളെ പറ്റി പഠിക്കുന്നതിൽ പിന്നെ ഇൻസ്ക്രിപ്ഷനുകളെ പറ്റി വളരെ അപൂർവമായിട്ടാണ് പഠനങ്ങൾ വന്നിട്ടുള്ളൂ. അതിലുള്ള വലിയൊരു ഘടകം എന്ന് പറയുന്നത്, നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞാൽ ഭാഷയുടെ ഒരു ഘടകം അതിൽ പ്രധാനമാണ്. അതെന്ന് വെച്ചാൽ മിക്കവാറും നമ്മൾ പരിചിതമായ ഇൻസ്ക്രിപ്ഷനുകളെല്ലാം ഒരു ഭാഷയിലുണ്ടാകുന്നതാണ്. ഇൻസ്ക്രിപ്ഷനുകളുടെ പഠനങ്ങൾ, എപ്പിഗ്രാഫി, ഞാൻ ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി ആയിരുന്നു MA പഠിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഇൻസ്ക്രിപ്ഷന്, പ്രത്യേകിച്ച് പഴയ ലിപികൾ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രൊഫസർ R നാഗസ്വാമിയുടെ ഒരു സെമസ്റ്റർ മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 2-3 പേര് മാത്രമാണ് JNUവിൽ പഠിക്കുന്ന സമയത്ത് ആ കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, 2 പേര് സത്യം പറഞ്ഞാൽ. പിന്നെ അദ്ദേഹത്തെ പോലുള്ള വളരെ പ്രമുഖനായ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് എപ്പിഗ്രാഫിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. വന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം പകർന്നു തന്ന ഈ ഇൻസ്ക്രിപ്ഷനുകളെ പഠിക്കാനുള്ള ഒരു പിന്നെ പ്രചോദനം, അത് മനസ്സിൽ കടന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ത്യൻ മഹാസമുദ്ര തീര പഠനങ്ങളിലേക്ക് വന്നപ്പോഴേ ആ ഒരു തരത്തിൽ എപ്പിഗ്രാഫി ഒരു ഇതായിട്ടുണ്ടായിരുന്നില്ല വലിയൊരു. കാരണം കാലങ്ങളായിട്ട് ചരിത്ര കൃത്തുകളൊന്നും അധികം ഈ എപ്പിഗ്രാഫി പലപ്പോഴും, അല്ലെങ്കിൽ ശിലാലിഖിത പഠനങ്ങൾ എപ്പോഴും പ്രാദേശിക ചരിത്ര രചനകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത്
ചെയ്യപ്പെട്ടുള്ളത്. ഈ ഒരു തരത്തിലുള്ള ഒരു ട്രാൻസ്നാഷണൽ ഇൻ്റർനാഷണൽ ഹിസ്റ്ററി ചെയ്യുന്നതിൽ പ്രാദേശികമായ ശിലാലിഖിതങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് എന്നുള്ളത് അധികം പരിഗണിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അതിലുള്ള ഒരു വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ വലിയൊരു ബാരിയർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഈ വിവിധ ഭാഷകളിൽ വരുന്ന ഇൻസ്ക്രിപ്ഷനാണ്. ഇപ്പോൾ ഈ അഭിലാഷണം പറഞ്ഞ മുച്ചുന്തി പള്ളിയിലുള്ള ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 2 ഭാഷയിലാണ്. ഒരു ഭാഗം നമുക്ക് പ്രാദേശികമായിട്ട് പ്രാവീണ്യമുള്ള ഭാഷാ പ്രാവീണ്യം അല്ലെങ്കിൽ ശിലാലിഖിത പഠന പ്രാവീണ്യമുള്ള ആൾക്കാർക്ക് അതിൽ ഓൾഡ് മലയാളത്തിലുള്ള പഴയ മലയാളത്തിലുള്ള ലിപിയും ഇൻസ്ക്രിപ്ഷനും വായിക്കാൻ പറ്റും. പക്ഷെ അതേ ശിലയിൽ അതിന് മറുഭാഗത്തുള്ള അറബി വായിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഭാഷാ പ്രാവീണ്യമൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് തന്നെയാണ് ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങളിലുള്ള പൊതുവെ കേരള ചരിത്രത്തിൻ്റെ തന്നെ ആണിക്കല്ലായ നമ്മളെ തിരുസാപ്പള്ളി കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ ചുരുങ്ങിയത് 4 ഭാഷകളിൽ അല്ലെങ്കിൽ 4ലധികം ലിപികളെങ്കിലും ഒരു ഡോക്യുമെന്റിനകത്താണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇത് തന്നെയാണ് ഈ ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഗുജറാത്തിലെ വെരാവലിലുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. ഇതുമാതിരി സംസ്കൃതവും പേർഷ്യനുമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇത് രണ്ടാണ് ഒരു ഇൻസ്ക്രിപ്ഷനകത്ത് വരുന്നത്. നമ്മളെ ശ്രീലങ്കയിൽ നിന്നുള്ള ഗാലയിൽ നിന്നുള്ള ചൈനീസ് അഡ്മിറൽ മിങ് എംപയറിലെ അഡ്മിറൽ ചെങ്ഹെ കൊത്തിയ ഒരു ഇൻസ്ക്രിപ്ഷൻ 3 ഇൻസ്ക്രിപ്ഷനിൽ 3 ഭാഷകളിലാണ് വരുന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ ഭാഷകളിൽ ഒരേ ശിലാലിഖിതത്തിൽ വരുന്ന ഒരു ട്രെൻഡ് പൊതുവെ ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങളിലുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ആലോചനകൾ ഈ കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ട് അന്ന് 2014 ആണെന്ന് തോന്നുന്നു നെഹ്റു മെമ്മോറിയൽ ലൈബ്രറിയിൽ ഒരു മ്യൂസിയം ആൻഡ് ലൈബ്രറിയിൽ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. മീര വിശ്വനാഥൻ, ദിഗ്വിജയ് സിംഗ്, പിന്നെ ആന വർഗീസ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരിൽ മെഗോല ഗോമസ് തുടങ്ങിയിട്ടുള്ള JNUവിലെ എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ചേർന്ന് നടത്തി. അപ്പോൾ അതിൻ്റെ പുസ്തകം വരുന്നത് എപ്പിഗ്രാഫിക് സോഴ്സസ് ഓൺ ഏർലി സൗത്ത് ഏഷ്യ എന്നാണ്. അത് സോഷ്യൽ വേൾഡ്സ് ഓഫ് എപ്പിഗ്രാഫി ഇൻ സൗത്ത് ഏഷ്യ എന്നുള്ളതാണ് തോന്നുന്നത്. അതിൻ്റെ ആ പുസ്തകത്തെ തുടർന്നുള്ള ഈ തരത്തിലുള്ള ബഹുഭാഷകളിലുള്ള ഇൻസ്ക്രിപ്ഷനുകളെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ഞങ്ങൾ ലെയ്ഡൻ സെൻറ്റർ ഫോർ ഇന്ത്യൻ ഓഷ്യൻ സ്റ്റഡീസിൻ്റെ കീഴിൽ 2021-22 സമയങ്ങളിൽ ഒരു ഇത് നടത്തിയിരുന്നു. അപ്പോൾ അതിൽ കാര്യമായിട്ടുള്ളൊരു ആലോചന എന്ന് പറയുന്നത് എങ്ങനെ ഇൻസ്ക്രിപ്ഷൻ, പ്രത്യേകിച്ച് വിവിധ ഭാഷകളിലുള്ള ഇൻസ്ക്രിപ്ഷൻ ഇന്ത്യൻ ഓഷ്യാനിക് ഹിസ്റ്ററിയിലേക്ക് നമുക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിലുള്ള വിവിധ ഇൻസ്ക്രിപ്ഷനുകളെ നോക്കുന്നതും ഇപ്പോൾ ഈ മുച്ചുന്തി പള്ളിയിലുള്ളത് മാതിരി തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ഇൻസ്ക്രിപ്ഷന് നിലാമുറ്റത്തും പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കുന്നത്. മറ്റൊരു ചോദ്യത്തിനേക്കാൾ അപ്പുറത്ത് അതെങ്ങനെ മെഹ്മൂദ് കാണുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഈ അധികാരവും അങ്ങനെ പിൽക്കാലത്ത് പഠിക്കപ്പെടാതെ പോയ പ്രധാനപ്പെട്ട സോഴ്സുകളിൽ ഒന്നാണ് ബൊമ്പിലി യുദ്ധകഥ പോലെയൊക്കെ കേരള ചരിത്രത്തിൽ പരിഗണിക്കപ്പെടാവുന്നതായിരുന്ന ഒന്നായിരുന്നു ഈ പടപ്പാട്ട്. പലർക്കും അത് അറിയാത്തതുണ്ടാവും. അത് കൊച്ചിയിൽ നടന്നിട്ടുള്ള ഒരു തരം പോർച്ചുഗീസുകാരും ഡച്ചുകാരും സാമൂതിരിയും കൊച്ചി രാജാവും ഒക്കെ ചേർന്നിട്ട് നടന്നിട്ടുള്ളൊരു വലിയ 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നടന്നിട്ടുള്ളൊരു കലക്കത്തെക്കുറിച്ചാണ് ആ കൃതി വളരെ പിക്ചോറിയലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആ കൃതി മെഹ്മൂദ് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഓഷ്യനെ സംബന്ധിച്ച മലബാറൻ ഇന്ത്യൻ ഓഷ്യൻ എന്ന സമാഹരണത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാവ്യം, ഒരു പടപ്പാട്ട് തർജ്ജമ ചെയ്യുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ പിറകിലുള്ള അനുഭവം? എങ്ങനെയാണ് മെഹ്മൂദ് അതിനെ കാണുന്നത്? പടപ്പാട്ടുകൾ ഈ പറഞ്ഞ മാതിരി എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രം വിവിധ ഭാഷകളിൽ പടപ്പാട്ടുകൾ നമുക്ക് ലഭ്യമാണ്. അത് മലയാളത്തിലുണ്ട്, അറബി മലയാളത്തിലുണ്ട്, അറബിയിലുമുണ്ട്, വിവിധ തരത്തിലുള്ള. ഇപ്പോൾ നമ്മളെ തഹ്രീർ അഹ്ലുൽ ഈമാൻ എന്ന് പറയുന്ന ആദ്യത്തെ ഒരു ആൻറ്റി പോർച്ചുഗീസ് ടെക്സ്റ്റ് എന്ന് പറയാവുന്ന ഒരു ടെക്സ്റ്റ് ഇതുമാതിരിയുള്ള യുദ്ധങ്ങളെ മുൻനിർത്തിയിട്ടുള്ള ഒരു കാവ്യമാണ്. പിന്നെ അറബി മലയാളത്തിലും ഒരുപാട് വ്യത്യസ്ത പടപ്പാട്ടുകളുണ്ട്. മലയാളത്തിൽ ഇത് പറഞ്ഞ മാതിരി പഴയ ആ ഒരു പടപ്പാട്ട് ആരാണ് എഴുതിയതെന്ന് അറിയില്ല, പക്ഷെ 1660കളുടെ ചുറ്റുവട്ടം, അതായത് 17-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പാതിയിൽ ഡച്ചുകാരും പോർച്ചുഗീസുകാരും കൊച്ചി കീഴടക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന യുദ്ധങ്ങളെ വളരെ സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു വളരെ മനോഹരമായ ഒരു കാവ്യമാണ്. അപ്പോൾ ആ പടപ്പാട്ടിലേക്ക് ഞാൻ എത്തുന്നത് ഇതുമാതിരി തദ്ദേശീയമായ യൂറോപ്യർ കേരളത്തിലേക്ക് വന്നെങ്കിൽ അവരെപ്പറ്റി കേരളീയരെന്താണ് എഴുതിയത് എന്ന് കുറേ കാലമായിട്ട് അന്വേഷിക്കുന്നതാണ്. അങ്ങനെ സുഹൃത്ത് ദിവ്യ കണ്ണനാണ് ഈ പടപ്പാട്ട് എന്നുള്ള ടെക്സ്റ്റ് എനിക്ക് അയച്ചു തരുന്നത്. ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു PDF
അവരാണ് അയച്ചു തരുന്നത്. അത് കണ്ട് വായിച്ചപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആറ് ഖണ്ഡങ്ങളിലുള്ള ഒരു ടെക്സ്റ്റാണ് അത്. പിന്നെ അതിൻ്റെ 3 ഭാഗങ്ങളാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അത് തുടർഭാഗങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് കരുതുന്നു. അതും ഈ പറഞ്ഞ മാതിരിയുള്ള ഒരു ചെറിയൊരു ടെക്സ്റ്റ് ആണെങ്കിലും വലിയൊരു ചരിത്രമാണ്. എന്നുവെച്ചാൽ വിവിധ എംപയറുകളുടെയും വിവിധ സമൂഹങ്ങളുടെയും ഡച്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും കൊച്ചിക്കാരുടെയും കോഴിക്കോട്ടുകാരുടെയും ഒക്കെ, അതോടൊപ്പം ലങ്കക്കാരുടെയും ഒക്കെ ചരിത്രം അതിൻ്റെ ആ ഒരു ടെക്സ്റ്റിനകത്ത് വരുന്നുണ്ടെന്നുള്ള വളരെ മനോഹരമായ ഒരു ടെക്സ്റ്റാണ്. അത് പൂർണ്ണമായിട്ടും എന്നെക്കാളും പറ്റുന്ന കവിതയിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കവിതയിലൊക്കെ പ്രാവീണ്യമുള്ള ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ മലയാളത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ക്ലാസിക് ടെക്സ്റ്റായിട്ട് അത് ഇംഗ്ലീഷിൽ നിലനിൽക്കുമെന്ന് തോന്നുന്നു. എൻ്റേത് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷനാണ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുള്ളത്. അത് കാര്യമായിട്ട് ചരിത്ര താല്പര്യമുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. പക്ഷെ അതൊരു ക്ലാസിക് ടെക്സ്റ്റായിട്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാലത്തൊക്കെയുള്ള ഈ ഇന്ത്യൻ ഓഷ്യനുമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെ മെഹ്മൂദിൻ്റെ ഏതാണ്ട് എല്ലാ വർക്കുകളും ഒരു വായനക്കാരൻ എന്ന നിലയിൽ പരിചയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ളൊരു തോന്നലാണ്. ഇതൊരു തരം ഓഷ്യാനിക് സോഷ്യൽ ഫോർമേഷനെ കുറിച്ചിട്ടുള്ള ഒരു തരം ഓറിയൻറ്റേഷനിലേക്ക് ഈ വർക്ക് പതിയെ പതിയെ മാറുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മാട്രിലിനിയെ കുറിച്ചിട്ട് ഇന്ത്യൻ ഓഷ്യൻ ലിറ്ററലിനകത്ത് അല്ലെങ്കിൽ ഓഷ്യാനിക് ലിറ്ററലിനകത്ത് കാണുന്ന മാട്രിലിനി സമൂഹങ്ങളെ കുറിച്ച് മെഹ്മൂദിൻ്റെ വലിയ റിസർച്ച് പ്രോജക്റ്റ് ഒരു പക്ഷേ സൂചിപ്പിക്കുന്നത് അതായിരിക്കാം. പലയിടങ്ങളിൽ ഇന്ത്യൻ ഓഷ്യൻ്റെ പല ഭാഗങ്ങളിൽ, ആശയം മുതൽക്ക് ഹോൺ ഓഫ് ആഫ്രിക്ക വരെയുള്ള പ്രദേശങ്ങളിൽ ഈ തരം ഫോർമേഷൻസ് കാണാമെന്നൊക്കെ മെഹ്മൂദ് സംസാരത്തിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഈ മാട്രിലിനിയൽ അല്ലെങ്കിൽ ഓഷ്യാനിക് ആയിട്ടുള്ളൊരു പ്രതിഭാസം എന്ന നിലയിലാണോ നമ്മൾ മാട്രിലിനിയെ സമീപിക്കേണ്ടത്? അല്ലെങ്കിൽ ഓഷ്യാനിക് സോഷ്യൽ ഫോർമേഷനെ കുറിച്ച് മാട്രിലിനി വഴി, അതിൻ്റെ ഒരു വ്യാപനം വഴി നമുക്ക് എന്തൊക്കെയാണ് പറയാൻ കഴിയുക? കാര്യമായിട്ട് ഞാൻ മരുമക്കത്തായത്തെ പറ്റിയുള്ള ഒരു പഠനത്തിലേക്ക് എത്തുന്നത് പൊതുവെ ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങളെ പറ്റിയുള്ള പഠനങ്ങളിലൊക്കെ ആണുങ്ങളെ മുൻനിർത്തിയിട്ടുള്ള പഠനങ്ങളാണ് നമുക്ക് ഉണ്ടാവാറുള്ളത്. എപ്പോഴും കച്ചവടമാണെങ്കിലും തൊട്ടുമുമ്പ് പറഞ്ഞ സാംസ്കാരിക ബൗദ്ധിക വിനിമയങ്ങളാണെങ്കിലും ഒക്കെ ആണുങ്ങളെ മുൻനിർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് സ്ത്രീകളുടെ ഒരു റോൾ എന്തായിരുന്നു എന്നുള്ളത് അന്വേഷിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മരുമക്കത്തായം. പ്രത്യേകിച്ച് ഒരു ഇസ്ലാമിക നിയമവുമായൊക്കെ ബന്ധപ്പെട്ട് അത് വലിയൊരു വൈരുദ്ധ്യമുള്ള പ്രതിഭാസമാണ് എന്നുള്ള ഒരു രീതിയിൽ നിന്നാണ് അതിനെപ്പറ്റി അന്വേഷിക്കാൻ വരുന്നത്. അത് അന്വേഷിച്ച് നോക്കുമ്പോഴെന്ന് വെച്ചാൽ പലതരത്തിൽ മിക്കവാറും ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങളിലെല്ലാം അത് മുസ്ലിം സമുദായത്തെ പറ്റിയാണ് ഞാൻ പഠിക്കുന്നത്. ഈ മൊസാംബിക്, കൊമോറോസ് തുടങ്ങി സൗത്ത് ഈസ്റ്റ് ഏഷ്യ വരെയുള്ള ഇന്തോനേഷ്യ, മലേഷ്യ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ, ശ്രീലങ്ക തുടങ്ങിയിട്ടുള്ള ഏതാനും സ്ഥലങ്ങളിലാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതിന് സമാനമായ പ്രതിഭാസം നിലനിന്നിരുന്നു എന്ന് കാണാം. ഒരു കുടുംബ വ്യവസ്ഥ നിലനിന്നിരുന്നു എന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ മാലിദ്വീപ് പോലുള്ള സ്ഥലത്ത് ഇബ്നു ബത്തൂത്തൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. കച്ചവടക്കാർ വരുമ്പോൾ അവരെ വീട്ടിലേക്ക് ആനയിച്ച് കൊണ്ടുവരിക സ്ത്രീയാണ്. ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തമാണ് ഈ കച്ചവടക്കാരൻ പോകുന്നത് വരെ. കച്ചവടക്കാരനല്ല, കടൽ വഴി വരുന്ന ഒരു ഫോറിനർ ആരാണെങ്കിലും വിദേശിയെ അയാൾ പോകുന്നത് വരെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു സ്ത്രീയുടെ അവകാശമാണ്. ആ സ്ത്രീ വഴിയാണ് ഈവൻ കച്ചവടം വരെ, അവരുടെ ഒരു ബിസിനസ് ഏജൻ്റായിട്ട് നിൽക്കുന്നത് പോലും ഈ സ്ത്രീകളാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ മാലദ്വീപിൽ നിന്ന് ഒരിക്കലും മരുമക്കത്താവുമായി അവരെ അസോസിയേറ്റ് ചെയ്യുന്നതല്ല. പക്ഷേ ചരിത്രത്തിലെ സ്രോതസ്സുകൾ നോക്കുമ്പോൾ ഇതാണ് നമുക്ക് കാണുന്നത്. ഇത് മാലദ്വീപിൻ്റെ മാത്രം കാര്യമല്ല, ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിന് സമാനമായ, അത് തായ്ലൻഡ് ആണെങ്കിലും കംബോഡിയ ആണെങ്കിലും ഫിലിപ്പീൻസ് ആണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അത് പോർച്ചുഗീസുകാരും ഇപ്പോൾ അവർ ഇവിടെ വന്നിരുന്ന സമയത്ത് പോർച്ചുഗീസ് സ്ത്രീകൾ അവരുടെ കൂടെ വന്നിരുന്നില്ലല്ലോ. അവർ ഇവിടെയുള്ള തദ്ദേശീയരായ സ്ത്രീകളെ കല്യാണം കഴിച്ച് അവരുടെ വീടുകളിലായിരുന്നു പലപ്പോഴും, അതായത് മരുമക്കത്തായ വ്യവസ്ഥയിലുള്ളത് മാതിരിയുള്ള മാട്രി ലൊക്കാലിറ്റി എന്ന് പറയുന്ന ഒരു ഇതിലായിരുന്നു അവരുണ്ടായിരുന്നത്, സംവിധാനത്തിലായിരുന്നു, അല്ലെങ്കിൽ ഒരു സംബന്ധ വ്യവസ്ഥയായിരുന്നു പോർച്ചുഗീസുകാരും നിലനിന്നിരുന്നത്. അപ്പോൾ ആ ഒരു വ്യവസ്ഥ മൊത്തത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു കുടുംബ വ്യവസ്ഥ, അതായത് ആൾക്കാർ നിരന്തരമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുടുംബം എന്നുള്ളത് ഒരു സെറ്റിൽഡ് ഫോർമേഷനാണ് അല്ലെ. കുടുംബം എപ്പോഴും സെറ്റിൽഡ് ആവുക എന്നുള്ളതാണ്. പക്ഷെ ആൾക്കാർ അൺസെറ്റിൽഡ് ആണ് എപ്പോഴും ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ. അങ്ങനെ നിരന്തരമായിട്ട് ആൾക്കാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എന്താണ് കുടുംബം എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണം കൂടെയാണ് ഇത് ചെയ്യുന്നത്. അത് ഞാൻ കുറെ കൂടെ നോക്കുന്നത് നേരത്തെ പറഞ്ഞ തദ്ദേശീയമായ സ്രോതസ്സുകൾ, പ്രത്യേകിച്ച് പുസ്തകങ്ങളുടെ ഒരു ചരിത്രം കൂടിയാണ്. ഈ മരുമക്കത്തായ തറവാടുകളിൽ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള, പ്രത്യേകിച്ച് സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന
പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കിയിട്ട് ആ ഒരു തരത്തിലുള്ള 6 അധ്യായങ്ങളിലൂടെയാണ് ആ പുസ്തകം. എപ്പോഴാണ് ആ പുസ്തകം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്? അത് 3 വർഷം മുമ്പ് തീർക്കേണ്ടതാണ്. 2022 തീർക്കേണ്ടതായിരുന്നു. ഇതുവരെ തീർന്നിട്ടില്ല. 1 വർഷം കൂടെ എടുത്ത് തീർക്കണം എന്നാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ഏറെക്കുറെ 60-70% അത് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഒരു സാറ്റിസ്ഫാക്ഷൻ ആവുന്നില്ല. എത്രയും പെട്ടെന്ന് അത് പൂർണ്ണമായ തരത്തിൽ സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെ അത് പൂർത്തിയാട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു കാര്യം അവസാനമായിട്ടൊരു കാര്യം കൂടെ ചോദിക്കണമെന്നുണ്ട്. ഈ ഏറ്റവും പുതിയ മെഹമൂദിന്റെ മലയാളത്തിലെ പുസ്തകം ആനിമൽ ഹിസ്റ്ററി എന്ന് വിളിക്കാൻ പറ്റുന്ന ഒന്നിലേക്കുള്ള ഒരു തുറവിയാണ്. അങ്ങനെ കേരളത്തിൽ അങ്ങനെ ആ നിലയ്ക്ക് മനുഷ്യേതരമായ ജീവി സാന്നിധ്യങ്ങളെ കുറിച്ച് നമ്മൾ അങ്ങനെ ചരിത്രത്തിൽ ശ്രദ്ധിച്ച് കണ്ടിട്ടില്ല. അപ്പം അതിനെക്കുറിച്ചൊന്ന്, ഇപ്പം മെഹമൂദിന്റെ പുസ്തകമാണെങ്കിൽ ആനകളെ കുറിച്ചും കഴുതകളെ കുറിച്ചും ഒക്കെ വ്യാപകമായിട്ട് അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. അതും ഇപ്പം ചരിത്രരചന രീതികളുടെ കച്ചവടത്തിന്റെ ചരിത്രം എങ്ങനെയാണോ അതിനുപയോഗിക്കുന്ന രീതി, ശാസ്ത്രപരമായ തിട്ടങ്ങൾ എന്തൊക്കെയാണോ അതുപയോഗിച്ചുകൊണ്ട് തന്നെ ഈ തരത്തിൽ പറയാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഈ ആനിമൽ ഹിസ്റ്ററിയുടെ ഒരു തരം ആവിർഭാവത്തെ കുറിച്ച് ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. എങ്ങനെയാണ് അതിന് മുമ്പോട്ട് പോകാൻ വേണ്ടി നമുക്ക് എങ്ങനെയാണ് അത് പ്രതീക്ഷിക്കാൻ കഴിയുക? അതില് പിന്നെ വെച്ചാൽ ഞാനതൊരു ഹോബി എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. തൊട്ടു മുമ്പ് പറഞ്ഞ മരുമക്കത്തായത്തെ പറ്റിയുള്ള പുസ്തകം എഴുതി തീർക്കേണ്ടതാണ് എന്നുള്ള അതൊരു വലിയ ബേർഡൻ മാതിരി തലക്ക് മുകളിൽ ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്ത്, ഇങ്ങനെ ഭയങ്കര പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് ആ പ്രഷറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ കുറെ കൂടെ ഭയങ്കര എൻജോയ് ചെയ്ത ഇതായിരുന്നു അത് എഴുതുന്നത്. ഒരു അധ്യായമാണ്, ഏറെക്കുറെ 5-6 അധ്യായങ്ങൾ അത് പിന്നെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും, 5 അധ്യായങ്ങൾ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഒരു അധ്യായമാണ് പൂർണ്ണമായി എഴുതിയിരുന്നത്. അത് എഴുതി വന്ന സമയത്ത് മാതൃഭൂമിയാഴ്ച പതിപ്പിൽ വായനക്കാരും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പലരും തന്ന പ്രചോദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ തുടർന്നുള്ള അതിങ്ങനെ പലപ്പോഴായിട്ട് യാത്രകളൊക്കെ ചെയ്യുമ്പോഴായിരുന്നു അതിൻ്റെ എഴുത്തുകളൊക്കെ നടന്നത്. എനിക്ക് തോന്നുന്നുണ്ട് 1 വർഷം 1.5 വർഷത്തിനകത്തോളം എടുത്തിട്ടുണ്ട് ആണ് അത് ചെയ്തത്. പ്രത്യേകിച്ച് അതിൽ പറയാതിരിക്കാൻ പറ്റില്ല, നമ്മളെ മാതൃഭൂമിയാഴ്ച വകുപ്പിൻ്റെ സുഭാഷ് ചന്ദ്രനും പിന്നെ PK ശ്രീകുമാർ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നൊരു വലിയ സപ്പോർട്ട് അതിൽ കാര്യമായിട്ടുണ്ട്. ഒരു സ്വാതന്ത്ര്യം കുറേ അത് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ അത് എഴുതി തീർന്നെങ്കിലും പിന്നെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ പലപ്പോഴും ഉദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ച് അതിൻ്റെ ഒരു അവസാനത്തെ അധ്യായം എഴുതിയത് എലിപ്പട എന്ന് പറയുന്ന എലികളും പൂച്ചകളെയും നടത്തിയിട്ടുള്ള ഒരു ചെറിയ ചരിത്രമാണ്. അത് ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ട് ലണ്ടനിലെ പിന്നെ എൻ്റെ അപ്പാർട്ട്മെൻറ്റ്, നെതർലാൻഡ്സിലെ ലണ്ടനിലെ അപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ ബോറടിച്ചിരിക്കുന്ന സമയത്ത് ഷെൽഫിൽ നിന്ന് പഴയ മോയിൻകുട്ടി വൈദ്യരുടെ ഒരു 3 ഭാഗങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികൾ ഒരു ഭാഗം എടുത്ത് ഇങ്ങനെ വായിച്ച് നോക്കിയപ്പോഴാണ് അദ്ദേഹം ഒരുപാട് മൃഗങ്ങളെ മുൻനിർത്തിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകൾ, എന്താ പറയുക, വണ്ടുകൾ, പിന്നെ മാന് തുടങ്ങിയിട്ടുള്ള വിവിധ മൃഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുൾപ്പെട്ട ഒന്നാണ് എലിപ്പട. വായിച്ചപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതിനെപ്പറ്റി എഴുതി. പക്ഷെ ഞാൻ കുറേ കൂടെ ഈ അറബി മലയാളത്തിനകത്തുള്ള മൃഗങ്ങളെ പറ്റി കുറേ കൂടെ അന്വേഷിക്കണം എന്നുള്ളത്. മോയിൻകുട്ടി വൈദ്യരുടെ മാത്രമല്ല, അതല്ലാത്തുള്ള മറ്റുള്ള മൃഗങ്ങളും. പക്ഷെ പൊതുവെ ആനിമൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ ശ്രദ്ധയോടെ പഠിക്കുന്ന ഒരുപാട് പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ അതിൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് ആ താല്പര്യമുള്ള ഒരുപാട് പേരെ കാണാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ഒരു തൊഴിൽ ചരിത്രത്തിലും സാംസ്കാരിക ചരിത്രത്തിലും വലിയ പങ്ക് മൃഗങ്ങൾക്കുണ്ട്. നമ്മൾ കാണുന്ന കാർഷിക വിപ്ലവമാണെങ്കിലും കാർഷിക മുന്നേറ്റങ്ങളാണെങ്കിലും അതിലൊക്കെ അക്നോളജ് ചെയ്യപ്പെടാതെ കിടക്കുന്നത് മൃഗങ്ങളാണ്. അവയെ പിന്നെ മുൻനിർത്തിയിട്ടുള്ള ചരിത്ര രചന കൂടുതൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.